ഹായ് മക്കളെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. എല്ലാവരും എ പ്ലസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞങ്ങളോട് മാത്രം എന്താ സാറേ ഇങ്ങനെ ചോദ്യം എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലേ? അതായത് പ്ലസ് ടു തോൽക്കാതിരിക്കാൻ എന്തിനും എങ്ങനെ പഠിക്കണമെന്ന്. ഇതെന്താ സാറേ ഞങ്ങളത്ര പോരാത്ത അത്രയും മോശമായിട്ടുള്ള ആൾക്കാരായിട്ട് കാണുന്നത് എന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക. പക്ഷേ ഫാക്റ്റ് നിങ്ങൾക്ക് തന്നെ അറിയാം, അതൊന്നുമല്ല ഫാക്റ്റ്. പ്ലസ് ടുവിൻ്റെ അവസ്ഥ എന്താണെന്ന് എന്നേക്കാളും നന്നായിട്ട് നിങ്ങൾക്കറിയാം. ഓക്കെ, കാരണം നിങ്ങളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, പ്ലസ് ടു പാസ്സാവുക എന്നതിനേക്കാൾ ഉപരി ഈ പ്ലസ് ടുവിന് മാർക്കും കൂടി അടിക്കാനുള്ള കാര്യം ഞാനിവിടെ പറഞ്ഞു തരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, പ്ലസ് ടു തോൽക്കാതിരിക്കാൻ മാത്രമല്ല പ്ലസ് ടുവിന് നല്ല മാർക്ക് അടിക്കാനുള്ള കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫോളോ അപ്പ് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം മക്കളെ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു മാർക്ക് വാങ്ങിയിട്ട് ഏറ്റവും മികച്ച മാർക്ക് പറഞ്ഞാൽ ഫുൾ എ പ്ലസ് ആണ് അല്ലേ? അത് വാങ്ങിയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലസ് ടു പാസ്സായിട്ട് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്ലസ് ടു എക്കണോമിക്സിൻ്റെ കാര്യം മാത്രം ഞാനിവിടെ പറയാം. പ്ലസ് ടു എക്കണോമിക്സിൽ എന്ന് പറയുമ്പം എക്കണോമിക്സിന് 2 പുസ്തകങ്ങളാണ് പ്ലസ് ടു പഠിക്കാനുണ്ടാവുക. നിങ്ങൾക്കറിയാം, ഒന്നിൻ്റെ പേര് മൈക്രോയും മറ്റൊന്നിൻ്റെ പേര് മാക്രോയും ആണ്. നമ്മൾ അങ്ങനെ വിളിക്കാറില്ല അല്ലേ? മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, കറക്റ്റായിട്ട് അതിൻ്റെ പേര് അങ്ങനെയാണ്. അപ്പോൾ ഈ 2 പുസ്തകങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഈ 2 പുസ്തകങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ്? NCERT ആണ് നമുക്കിത് കൊണ്ടുവന്നുള്ളത്. അപ്പോൾ NCERT ബേസ് ചെയ്തിട്ടുള്ള ഈ 2 പുസ്തകങ്ങൾ, ഈ NCERT ബേസ് ചെയ്തിട്ടുള്ള ഈ 2 പുസ്തകങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം. ഇതാണ് നമ്മുടെ NCERTയുടെ ഒറിജിനൽ ബുക്ക്. ഇതാണ്. ഈ പുസ്തകം വെച്ച് പഠിക്കാൻ ഞാൻ നിങ്ങളോട് പറയാം മറ്റൊരു കാരണം കൂടിയുണ്ട്. വേറെ ഒന്നുമല്ല, നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് മുൻപ് പ്ലസ് ടു പഠിച്ച ആൾക്കാർ തന്ന പുസ്തകങ്ങളാവാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് സ്കൂളിൽ വരുത്തിയിരുന്ന പുസ്തകങ്ങൾ, ഏതെങ്കിലും പ്രൈവറ്റ് പുസ്തകങ്ങളാവാം, അല്ലെങ്കിൽ NCERT തന്നെ ആവാം, ഏതും ആയിക്കോട്ടെ. നിങ്ങൾ NCERT ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ ഇവിടുന്ന് കിട്ടും. രണ്ടാമത്തെ കാര്യം അതൊന്നുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ പ്ലസ് 1 എത്ര മാർക്ക് കുറഞ്ഞാലും പ്ലസ് 2 എത്ര മാർക്ക് കുറഞ്ഞാലും ഒരൊറ്റ എക്സാം എഴുതിയാൽ ഏറ്റവും മികച്ച സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഏറ്റവും മികച്ച സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതിനുള്ളൊരു വഴിയും കൂടി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരു പക്ഷേ പ്ലസ് 2 എത്തിയ സമയത്ത് തന്നെ നിങ്ങൾ കേട്ടുള്ളൊരു വഴിയായിരിക്കും CUET എന്നാണ് അതിന് പറയാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നല്ല പറയാം, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ CUET എക്സാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? ഈ പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളുടെ ഏറ്റവും മികച്ച കോഴ്സുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കരിയറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു പ്ലേസ്മെൻറ്റുകൾ കിട്ടും. നല്ല പ്ലേസ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച കരിയർ നിങ്ങൾക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റാക്കിയിട്ട് എന്ത് ചെയ്യാം, ലൈഫ് സെറ്റായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഈ 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് CUET എക്സാം വഴി നിങ്ങൾക്ക് കിട്ടുന്ന കോളേജുകളാണ്. അപ്പോൾ CUET എക്സാമിന് എന്താ പഠിക്കേണ്ട ഒരു ഡൗട്ട് കൂടി ഉണ്ടാവില്ലേ? അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, NCERT ആണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന പ്ലസ് 1 പ്ലസ് 2 നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം എന്താണ്? NCERT പുസ്തകമാണ്. അപ്പോൾ പ്ലസ് 2 നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ മൈക്രോ എക്കണോമിക്സും അതേപോലെ തന്നെ മാക്രോ എക്കണോമിക്സിനെയും NCERT പുസ്തകങ്ങൾ കൂടി കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാം. ഇനി നിങ്ങൾ എത്ര ചാപ്റ്റർ എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. നമ്മുടെ മൈക്രോ എക്കണോമിക്സിന് നമുക്ക് മൈക്രോ എക്കണോമിക്സിന് ആകെ 5 ചാപ്റ്റർ പഠിക്കാനുള്ളൂ. കോവിഡിന് മുൻപ് 6 ചാപ്റ്റർ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു, അത് ഡിലീറ്റ് ചെയ്ത് അതിലൊരു ചാപ്റ്റർ ഒഴിവാക്കി. നോൺ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഒഴിവാക്കി, പകരം ഇപ്പോൾ 5 ചാപ്റ്റർ പഠിക്കാനുള്ളൂ. ഈ 5 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും? 40 മാർക്കാണ് കിട്ടുന്നത്. 5 ചാപ്റ്ററിന് 40 മാർക്ക്. അതായത് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ പറയുന്ന പ്ലസ് ടു പാസ്സാവാനുള്ള മാർക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ഈ പറഞ്ഞ മൈക്രോ പഠിച്ചാൽ തന്നെ കിട്ടും. പ്ലസ് ടു പാസ്സാവാൻ എവിടെ നിന്ന് കിട്ടും? മൈക്രോ മാത്രം പഠിച്ചാൽ കിട്ടും അല്ലേ? പക്ഷേ മൈക്രോ നിങ്ങൾക്കറിയാം ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം അല്ലേ? 1ാമത്തെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ, 2ാമത്തെ കൺസ്യൂമറെ കുറിച്ച്, 3ാമത്തെ ചാപ്റ്റർ പ്രൊഡ്യൂസറെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ 4ാമത്തെ ചാപ്റ്റർ ഈ കൺസ്യൂമറും പ്രൊഡ്യൂസറൊക്കെ ഒന്നിച്ച് വരുന്ന ഒരു ഫേമിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്നാണ് അതിൻ്റെ പേര് അല്ലേ? പിന്നെ അതിനുശേഷം അവസാനമായിട്ട് നമ്മൾ പഠിച്ചത് ഈ പറയുന്ന മാർക്കറ്റ് പരസ്പരം ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് 2 കൂടി തുല്യമാണ് അല്ലേ? ആ ഇക്വിലിബ്രിയത്തിലെത്തുമ്പോഴാണ് 5ാമത്തെ ചാപ്റ്ററോടുകൂടി നമ്മുടെ മൈക്രോ നമുക്ക് സലാം പറഞ്ഞു പോകുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ 5 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ 40 മാർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ചില സമയങ്ങളിൽ എന്താ പറയുക, 40 എന്നുള്ളത് 45 മാർക്ക്, പരീക്ഷ കാട്ട പറഞ്ഞേ 40 എന്നുള്ളത് 45 മാർക്കിലേക്ക് മാറിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ 35 മാർക്കിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ മാറിയാലും, ഇങ്ങനെ മുകളിലേക്കായാലും താഴേക്കായാലും എങ്ങനെ മാറിയാലും ഒരു കുഴപ്പമില്ല, പാസ്സാവാനുള്ള മാർക്ക് പ്ലസ് 2 എവിടെ നിന്ന് കിട്ടും? മൈക്രോ പഠിച്ചാൽ മാത്രം കിട്ടും. അപ്പോൾ മൈക്രോ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും. പക്ഷേ നിങ്ങൾ മൈക്രോ മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. കാരണം എന്താ പറയുക, ചില സമയങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഉപ്പ എപ്പോഴും എന്നോട് പറഞ്ഞ കാര്യമാണ്, നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് വണ്ടിക്കൂലിയായിട്ട് ഇത്ര രൂപ തരില്ലേ? അന്നൊക്കെ ചെറിയ കുട്ടികളുടെ സമയത്ത് നമുക്ക് വണ്ടിക്കൂലി ഇത്ര തരുമല്ലോ. അതുപോലെ നമ്മൾ ഏത് വഴിക്ക് പോകുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് കണക്കാക്കിയിട്ട് ഒരു നിശ്ചിത രൂപ എടുത്തിട്ട് നമ്മളെ കൈവശം വെച്ച് പോകാൻ പാടില്ല എന്ന് പറയാറുണ്ട്. കാരണം എന്തെങ്കിലും ബൈ ചാൻസ് നമുക്ക് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ
പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം, ക്യാഷിന് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈവശം ഉണ്ടാവുമെന്ന് എൻ്റെ ഉപ്പ എപ്പോഴും എന്നോട് പറയാറുണ്ട്. അതേ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ പഠനത്തിനും അതുപോലെ ചെയ്യാം. മൈക്രോ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ സാറേ ഞാൻ എന്തായാലും പാസ്സാവുമല്ലോ, അതുകൊണ്ട് ഞാൻ മാക്രോ പഠിക്കുന്നില്ല, മൈക്രോ മാത്രമേ പഠിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങളിരിക്കരുത്. മൈക്രോ നിങ്ങൾക്ക് അത് മാത്രം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മാക്രോയും പഠിക്കാൻ പറ്റും. കാരണം ഇതിലെ കണ്ടന്റ് തന്നെയാണ് കുറച്ചും കൂടി ലെവൽ കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ മാക്രോയിൽ പറയുന്നത്. അപ്പോൾ മാക്രോയിൽ നിങ്ങൾ എന്താ പഠിക്കണ്ടേ, മാക്രോയിൽ നിങ്ങൾ 6 ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഓക്കെ, മൈക്രോ മാക്രോ തമ്മിലുള്ള വ്യത്യാസം പറയുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളമാണ് മൈക്രോ എങ്കിൽ ഒരു കപ്പിലെ വെള്ളമാണ് എന്ത് മാക്രോ എന്ന് പറഞ്ഞത്, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഒരു തുള്ളി വെള്ളത്തെക്കുറിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കപ്പിലെ വെള്ളത്തെക്കുറിച്ച് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം മാക്രോയും കൂടി നിങ്ങൾ പഠിക്കാം. മാക്രോയിൽ 6 ചാപ്റ്റർ പഠിച്ചാൽ 40 മാർക്ക്. സാറേ ലാഭം 5 ചാപ്റ്റർ പഠിച്ചിട്ട് 40 മാർക്ക് വാങ്ങുന്നതല്ലേ, എന്തിനാ 6 പഠിച്ച് 40 വാങ്ങുന്നത്? ആ ഒരു ഡൗട്ട് കൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതുകൂടി ഞാൻ പൊളിച്ചു തരാം, നോക്കിക്കൊള്ളടാ. ഈ പറയുന്ന 6 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 80-ൽ 40 മാർക്ക് കിട്ടുന്നതാണ് ഗവൺമെൻറ് കണക്ക് പ്രകാരം പറയുന്നത്. ചില സമയങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ 45 മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, കാരണം ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ പറഞ്ഞ മണി ആൻഡ് ബാങ്കിങ് ഇല്ലേ, മണി ആൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, മണി ആൻഡ് ബാങ്കിങ്. ഓക്കെ, നിങ്ങൾക്കറിയാം പണവും അതേപോലെ ബാങ്കിങ്ങിനെ കുറിച്ചുള്ള ചാപ്റ്റർ നമ്മുടെ മാക്രോയിൽ 3ാമത്തെ ചാപ്റ്ററാണ്. മാക്രോയിലെ 3ാമത്തെ ചാപ്റ്റർ ആട്ടത്. ഈ ചാപ്റ്റർ നമുക്ക് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുൻപൊക്കെ. പക്ഷേ പരീക്ഷയ്ക്ക് എന്ത് പറയുക, 8 മാർക്കിൻ്റെ എസ്സേ ഇവിടുന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ 6 മാർക്ക് ഇങ്ങനെ 8 മാർക്കായി. അപ്പോൾ മാർക്ക് കൂടുതൽ ചെയ്തേ, യെസ് എക്സാക്ട്ലി മാർക്ക് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ, ഈ പറഞ്ഞ മാർക്ക് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്രോക്കും അതേ ഇമ്പോർട്ടൻസ് കൊടുക്കണം. മൈക്രോ മാത്രം പഠിച്ചു പോകരുത്, മാക്രോ കൂടി പഠിച്ചോണം. കാരണം മൈക്രോയിൽ നമുക്ക് എന്തെങ്കിലും ടോപ്പിക്ക് നമുക്ക് അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ മാക്രോയിലെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ, അതുപോലെ തന്നെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, മണി ആൻഡ് ബാങ്കിങ്, ഇൻകം ഡിറ്റർമിനേഷൻ ആൻഡ് എന്താ പറഞ്ഞത് ഈ പറഞ്ഞ ഗവൺമെൻറ് ബഡ്ജറ്റ്, അതിൻ്റെയൊക്കെ പുറമേ 6ാമതൊരു ചാപ്റ്റർ കൂടി ഉണ്ട് ഓപ്പൺ എക്കോണമി എന്ന് പറയുന്നത്. ഈ ഓപ്പൺ എക്കോണമി മാക്രോ എക്കണോമിക്സ് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ ഈസിയാണ്. അപ്പോൾ ഇതും കൂടി പഠിച്ചാൽ എന്ത് ചെയ്യും, നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ സെലക്റ്റീവായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു 4 ചാപ്റ്റർ മാറ്റി നിർത്തി പഠിച്ചാൽ പോലും നിങ്ങൾക്ക് സെലക്റ്റീവായിട്ട് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? ഈ പറഞ്ഞ മൊത്തം 11 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. എത്ര? 11 ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഈ 11 ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഞാൻ പറയാം, ജസ്റ്റ് നിങ്ങൾ ഈ പറഞ്ഞ 11 ചാപ്റ്ററിൽ നിങ്ങൾ എത്ര ചാപ്റ്റർ ചെയ്യുന്നത്, ഒരു 7 ചാപ്റ്റർ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന 7 ചാപ്റ്റർ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 40 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 40 മാർക്ക് സ്കോർ ചെയ്യുക എന്നൊരു ടാർഗറ്റ് വെച്ച് നിങ്ങൾ പഠിക്കരുത്. എല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അതിനെന്ത് ചെയ്യണം അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, ഒരു ഡെയിലി റുട്ടീൻ നിങ്ങൾക്ക് വേണം. ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞ സംഗതി ഇത്രേ ഉള്ളൂ. ദിവസേന നമ്മൾ ചെയ്തു പോകേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലേ. നമ്മളെല്ലാവരും രാവിലെ എഴുതി പല്ലേക്കും, എന്താ കാരണം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ +2 കഴിയുന്നത് വരെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് ഇനി പറയുന്ന 3 കാര്യങ്ങൾ. നോക്കിക്കോട്ടോ, ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു 30 മിനിറ്റ്, ഡെയിലി ഒരു 30 മിനിറ്റ്, അതായത് അരമണിക്കൂർ. നോക്കിയേ, ജീവിതത്തിൻ്റെ എത്രയോ ഭാഗങ്ങൾ നമ്മൾ വെറുതെ റീൽസ് കണ്ട് കളയാറുണ്ട്. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അരമണിക്കൂർ സമയം, നമുക്കറിയാലേ ഒരു റീല് കാണാൻ 1 മിനിറ്റ് വെച്ച് കൂട്ടുകയാണെങ്കിൽ, നിങ്ങൾ ഷോർട്സ് കാണാൻ 1 മിനിറ്റ് വെച്ച് കൂട്ടുകയാണെങ്കിൽ 30 റീൽസ് അല്ലെങ്കിൽ 30 ഷോർട്സ് കാണുന്ന ആ ഒരു സമയം മതി. ആ ഒരു അരമണിക്കൂർ എന്ത് ചെയ്യുക, ഡെയിലി മാറ്റുക. ദിവസം 30 മിനിറ്റ് നിങ്ങൾ മാറ്റിക്കണ്ടേ ഓരോ സബ്ജക്റ്റിന് മാറ്റിക്കുക. എക്കണോമിക്സ് ആവട്ടെ, ഇനി നിങ്ങൾ പഠിച്ച കൊമേഴ്സിലെ പേപ്പറുകൾ ഏതായിക്കോട്ടെ, അക്കൗണ്ടൻസി, ബിസിനസ് ഏതായിക്കോട്ടെ, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിൽ വരുന്ന ഹിസ്റ്ററി, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി എന്തായിക്കോട്ടെ, നിങ്ങൾ പഠിക്കുന്ന ഏതായാലും നിങ്ങൾ അതിലൊരു 30 മിനിറ്റ് ഡെയിലി അതിന് വേണ്ടി മാറ്റിക്കാം. സ്കൂളിൽ ഇപ്പോൾ ടീച്ചർ പഠിപ്പിച്ചാൽ ചിലപ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ എല്ലാ സബ്ജക്റ്റും എല്ലാ ദിവസവും പഠിപ്പിച്ചോളണമെന്നില്ല അല്ലേ. അപ്പോൾ പഠിപ്പിച്ച സബ്ജക്റ്റ് എന്ത് ചെയ്യുക, ഡെയിലി എന്താണ് സ്കൂളിൽ പഠിച്ചത് അതൊരു 30 മിനിറ്റ് എടുത്ത്, അതായത് അരമണിക്കൂർ എന്ത് ചെയ്യുക, നിങ്ങൾ ഡെയിലി റിവിഷന് വേണ്ടി മാറ്റുക. നിങ്ങൾ ഡെയിലി ആവുന്ന വീട്ടിലെത്തിയിട്ട് പഠിക്കുക. വീട്ടിലെത്തിയിട്ട് പഠിക്കണ്ടോ, സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ചു പോകാൻ നിൽക്കരുത്, വീട്ടിലെത്തിയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അടുത്ത കാര്യം, ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പഠിച്ച കാര്യം ഒന്ന് റിവൈസ് ചെയ്യണം. ഞാൻ ഇന്നിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചു, ഞാൻ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ റിവൈസ് ചെയ്തു പോകുക. അരമണിക്കൂർ നമ്മൾ എടുത്ത് എന്തിനാണ്, ഓരോ സബ്ജക്റ്റ് പഠിക്കാനാണ്. അങ്ങനെ 5 ഒരു ഡെയിലി നമുക്കൊരു പഠിക്കാൻ 5 സബ്ജക്റ്റ് മാക്സിമം വരുള്ളൂ. അപ്പോൾ ഒരു 2.5 മണിക്കൂർ അല്ലേ, 2.5 മണിക്കൂർ. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ 1.5 മണിക്കൂറിൻ്റെ ഒക്കെ തീരും അല്ലേ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി റിവിഷൻ ചെയ്യുക. നിങ്ങൾ പഠിച്ച ഓരോ പാഠഭാഗങ്ങളും തിരിച്ച് റിവൈസ് ചെയ്ത് ഇങ്ങനെ പോവുക. എന്താ ഞാനിന്ന് പഠിച്ചത്, ഇതിൽ എന്തൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് ഞാനതിൽ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ റിവൈസ് ചെയ്തു പോവുക. ഇനി 3ാമത്തെ കാര്യം, അതാണ് ഇവിടെ കൊടുത്തിരുന്നത്, മുൻകാല ചോദ്യ പേപ്പറുകൾ നോക്കുക. മിക്കവാറും പേര് ചെയ്യുന്ന കാര്യം തരോ, കോവിഡിൻ്റെ സമയത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും. അത് നോക്കുമ്പോൾ തരോ ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. കാരണം എന്താ പറയുക, നമ്മൾ പഠിച്ച അതേ സാധനം അതേപോലെ ചോദിക്കും, ഒരു മാറ്റമില്ലാതെ അതേപോലെ ചോദിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേ. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആ പാറ്റേൺ ഫോളോ അപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് കിട്ടാവുന്ന എത്രയോ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ അത് മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യുക, ശേഖരിക്കുക.
കിട്ടാവുന്നതിൽ ഏറ്റവും മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ശേഖരിക്കുക. ഒരു 10 വർഷത്തേന് 10 വർഷം എത്ര ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമോ അതൊക്കെ ശേഖരിക്കുക. അതിന് നിങ്ങൾ പഠിച്ച ഓരോ പാഠഭാഗത്ത് നിന്ന് വന്ന ചോദ്യങ്ങൾ നിങ്ങൾ നോക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് മക്കളെ. ഇത് മാത്രം ഫോളോ അപ്പ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. നിങ്ങൾ പഠിക്കുന്ന ഏത് സബ്ജക്റ്റോടെ ഓക്കെ, നിങ്ങൾ ഏത് സബ്ജക്റ്റ് പഠിച്ചാലും അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, A+ അടിക്കാൻ ഇത് മതി. A+ അടിക്കാൻ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഒറ്റ കാര്യമല്ല, ഈ 3 കാര്യങ്ങൾ എടുക്കുന്ന ഈ ഒരു ഡെയിലി റുട്ടീൻ എന്ന ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, A+ അടിച്ചെടുക്കാം. എവിടെ? +1 +2 അടിച്ചെടുക്കാം. +1 നിങ്ങൾക്ക് മാർക്ക് കുറവുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ട് ഇതേ പ്ലാൻ വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടും അത് മാർക്ക് അടിക്കാം. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, 2025 1200-ൽ 1200 മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം വെറും 41 പേരാണ്. എത്ര മാർക്ക്? 1200 മാർക്ക്, അതായത് ഫുൾ മാർക്ക് അടിച്ച കുട്ടികളാകെ 41 പേരാണ്. 2024 അത് 100ൻ്റെ മുകളിൽ ആൾക്കാരുണ്ടായിരുന്നു. 2024 അത് എത്രയായിരുന്നു? 100ൻ്റെ മുകളിൽ ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, അവിടെ ഇപ്പോൾ എത്രയേ ഉള്ളൂ? 41 വന്നിട്ടുള്ളൂ. അതിൻ്റെ കാരണം കുട്ടികളുടെ എടുക്കുന്ന എഫേർട്ട് കുറഞ്ഞുകൊണ്ടല്ല, ക്വസ്റ്റ്യൻ്റെ സ്റ്റാൻഡേർഡ് ലെവൽ മാറി. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യില്ല, പഠനം മാറ്റില്ല. അപ്പോൾ പഠനം മാറ്റാതിരിക്കരുത്, നിങ്ങൾ പഠനം മാറ്റണം. അതിന് പഠനം മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. എജുപോണിൻ്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ എന്ന് പറഞ്ഞ പോലെ തന്നെ എജുപോണിൻ്റെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ഫോളോ അപ്പ് ചെയ്ത് പോവുക, കൃത്യമായിട്ട് പോവുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് മെൻറ്റർഷിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരുപാട് ബാച്ചുകളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തിട്ട് +2 പാസ്സാവാം. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു കരിയർ കൂടി ഞാൻ പറഞ്ഞു വെച്ചു, വേറെ ഒന്നുമല്ല, +2 വിത്ത് CUET. ഓക്കെ, അപ്പോൾ CUETയും അതേപോലെ +2 ഒന്നിച്ചടിക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു. അതിനുള്ള ബാച്ചും കൃത്യമായിട്ട് എജുപോർട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തൊട്ട് താഴെ കാണുന്ന നമ്പറുകളും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന വിശ്വാസത്തിൽ തൽക്കാലം അതിൻ്റെ പേരുന്നു. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.